ഈ അന്തരീക്ഷം നമുക്ക് അനുകൂലമാവണം, ഈ ഭൂമി നമുക്ക് അനുകൂലമാവണം. ഇപ്പോൾ നോക്കൂ, എത്ര സ്ഥലത്ത് ഉരുൾപൊട്ടൽ സംഭവിച്ചു, എത്ര ജീവൻ പൊലിഞ്ഞു. ഇതൊക്കെ ഈ നമ്മൾ താമസിക്കുന്ന ഈ ഭൂമി തന്നെ സംഭവിക്കുന്നത്, നമ്മുടെ കണ്ണിൻ്റെ മുന്നിലാണ് സംഭവിക്കുന്നത്. എന്ത് സംഭവിച്ചാലും ആ വാർത്ത ആദ്യം കേൾക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ളതായ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ എന്താ ചെയ്യുക? ജാതകം നോക്കുന്ന സമയത്ത് വീട്ടിൽ ഈശ്വരാനുഗ്രഹം കുറവാണ്, അതുകൊണ്ടാണ് ഈ ആപത്തൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ആ ഈശ്വരാനുഗ്രഹത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യത്നങ്ങളൊക്കെ ചെയ്യും. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ജാതകം നോക്കി നമ്മളോട് പറയുകയാണ്, വീട്ടിൽ കുറച്ച് ദോഷങ്ങളുണ്ട്, ആ ദോഷങ്ങൾ കാരണമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ എന്താ പറയുക? ആ ദോഷങ്ങൾ തീർക്കാനുള്ള പരിഹാരം പറഞ്ഞു തരുമെന്ന്. അപ്പം നമ്മൾക്ക് പരിഹാരം എന്താ പറയുന്നത്? ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ, ഈശ്വരനാമം ജപിച്ചോളൂ, ഈശ്വര പൂജ ചെയ്തോളൂ. ഇതാണ് പരിഹാരം. ഈശ്വരനെ പ്രാർത്ഥിച്ചോളൂ, ഈശ്വരനാമം ജപിച്ചോളൂ, ഈശ്വര പൂജ ചെയ്തോളൂ. പൂജിക്കാനുള്ളതായ ചാർത്തും തരും. ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇന്ന പൂജകളൊക്കെ ചെയ്തോളൂ, പോരാത്തതിന് ചില പൂജ വീട്ടിൽ വെച്ചും ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ നോക്കൂ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗം എന്താ? ഈശ്വരൻ തന്നെ. അല്ലാതെ നമ്മളോട് ജാതകം കക്ഷത്തിൽ വെച്ച് നടന്നാൽ രോഗം മാറുന്ന ആരെങ്കിലും പറയുന്നുണ്ടോ? ജാതകം തലയിൽ വെച്ച് നടന്നാൽ ഈ സമയദോഷമൊക്കെ തീരുന്ന ആരെങ്കിലും പറയുന്നുണ്ടോ? ആരും പറയുന്നില്ല. ജാതകം തലയിൽ വെച്ച് നടന്നാലൊന്നും ജീവിതം നന്നാവില്ല. നമ്മൾ ഈശ്വര സ്മരണ കൊണ്ടും ഈശ്വരനാമം കൊണ്ടും ഈശ്വര സേവ കൊണ്ടും മാത്രമേ നമ്മളിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ളതായ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാൻ ഇനിയൊരു മാർഗം എന്താ വെച്ചാൽ ഈശ്വര സ്മരണം ശക്തമാക്കുക. അതിനാണ് ഇങ്ങനെയുള്ള കൂട്ടപ്രാർത്ഥനകളൊക്കെ അനിവാര്യമായിട്ടുള്ളത്. എല്ലാവർക്കും ഭക്തി വർദ്ധിക്കണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിസ്വാർത്ഥമായിട്ടുള്ള ഈശ്വര സേവ വർദ്ധിക്കണം. അതാണ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആരാധനകൾ, നിസ്വാർത്ഥമായിട്ടുള്ള ആരാധനകൾ. ഭഗവാനെ സേവിക്കുക, ഭഗവാനിലൂടെ ജീവിക്കുക, ഭഗവാനിലേക്ക് ലയിക്കുക. ഇതാണ് ശരിക്കും ആരാധന കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഭഗവാനെ സേവിക്കുക, ആ ഭഗവാനിലേക്ക് ഭഗവാനായി തീരുക, എന്നിട്ട് ഭഗവാനിലേക്ക് ലയിക്കുക. ശബരിമല തത്വം, ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ കൂടെ ഭഗവാനിലേക്ക് ലയിക്കുന്നു. മാലട്ട് ശരണം വിളിച്ച് മല കയറി അവിടേക്ക് ലയിക്കുന്നു. അപ്പോൾ ഈ തത്വം എന്താ? അതന്നെ നമ്മുടെ ജീവിതം. ഭഗവാനെ സേവിക്കുക, ഹനുമാൻ സ്വാമിയൊക്കെ സേവിച്ചതുപോലെ. അത്രയൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കണില്ലെങ്കിലും അതുപോലെയൊക്കെ സാധിക്കും. അങ്ങനെയൊന്നും സാധിക്കണില്ലെങ്കിലും അതുപോലെ സാധിക്കും. അങ്ങനെ സേവിച്ച് ഭഗവാനായി കാണുക. അപ്പം നമ്മുടെ മനസ്സ് വേറെവിടേക്കും പോവില്ല. ഭഗവാനെ നമ്മൾ ഭഗവാനായിട്ടേ കാണാൻ പാടും, അത് മറ്റൊന്നായിട്ട് കാണാൻ പാടില്ല. അത് ഭഗവാനായി തന്നെ കാണണം, എന്നാലേ നമുക്ക് ഭഗവാനിലേക്ക് ലയിക്കാൻ പറ്റും. അതിനെ അതായി കാണുമ്പോഴേ അതായി തീരാൻ സാധിക്കും നമുക്ക്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം, സേവിക്കണം.